മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. പ്രയാസങ്ങളും പ്രായവും സംസ്ഥാനത്തിൽ ഡൗൺലോഡ് മോജ് കഴിഞ്ഞ 3 വർഷം പാർട്ടിയുടെ ഒരുപാട് പരിപാടികൾ കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുണ്ട്. സംസ്ഥാന ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പല സമര പരിപാടികളും നമ്മുടെ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയെ നമ്മുടെ ജില്ലാ കമ്മിറ്റിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ ടൈമിൻ്റെ തുടക്കത്തിൽ, കഴിഞ്ഞ ടൈമിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസിഡന്റ് മുഹമ്മദ് ബാക്കിരെ ഈ പ്രതിസഭയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിസഭ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെ പ്രസിഡന്റ്, നമുക്കറിയാം, കഴിഞ്ഞ ടൈമിൽ ദേശീയ സമിതി അംഗമായി പ്രവർത്തിക്കുകയും രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ വളർച്ചയ്ക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും രാത്രിയും പകലും പ്രവർത്തിച്ച ധീരനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട CPA ലത്തീഫ് സാഹിബ്, അദ്ദേഹത്തെ ഈ പ്രതിസഭയിലേക്ക് ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ വയനാട്, ജില്ലാ ഭാരവാഹികളായ ഇക്ബാൽ സാഹിബ്, കമർ ഹസീന, തലങ്ങളിൽ രാജ്യവ്യാപകമായി നടക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഈ പ്രതിസഭകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഘടനാപരമായ ചേഞ്ചസ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാറ്റം വരുത്തി. അതിനുശേഷമുള്ള ജില്ലാ വർക്കിംഗ് കമ്മിറ്റി TWCയുടെ പാനൽ പ്രക്രിയയിൽ പങ്കാളികളാവുകയും ചെയ്ത ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് സുദീർഘമായി ഞാൻ അത് സംസാരിക്കുന്നില്ല. പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. ആയിരക്കണക്കിന് രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു രാജ്യത്ത് 16 വർഷം മുമ്പ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDP എന്ന പേരിൽ അംഗങ്ങളായി വന്ന് ഇതിന്റെ നേതൃനിരയിലും ഇതിന്റെ പ്രവർത്തന മേഖലകളിലും കർമ്മനിരതരായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വൈവിധ്യമാണ്, എന്ത് വ്യതിരിക്തതയാണ്, എന്ത് സവിശേഷതയാണ് ഈ പാർട്ടിക്കുള്ളത് എന്ന് നമുക്കറിയാം. രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി നടത്തിയ ഒറ്റ പ്രസ്താവന മതി ഈ രാജ്യം എങ്ങോട്ട് നീങ്ങുന്നു എന്നതിന്റെ സൂചന നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, ഇന്ത്യയെക്കുറിച്ച് നാം അഭിമാനപൂരിതമാകുന്നത്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ്. ഏറെ വൈവിധ്യങ്ങളുള്ള, വൈജാത്യങ്ങളുള്ള, വ്യത്യസ്തതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് ഭൂപ്രകൃതി കൊണ്ട് നമുക്കറിയാം. മാമലകളുണ്ട്, മരുഭൂമികളുണ്ട്, നിരന്ന പ്രദേശങ്ങളുണ്ട്, സമുദ്രങ്ങളുണ്ട്, കായലുകളുണ്ട്, കൊടും വനങ്ങളുണ്ട്, ഒരുപാട് റിസോഴ്സുകൾ, ജനിത സമ്പത്ത് ഈ രാജ്യത്തിനുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവരാണ്, വ്യത്യസ്തമായ മത സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ആകൃതിയിൽ പോലും വളരെ വ്യത്യാസമാണ്. നമ്മുടെ കിഴക്കൻ രാജ്യങ്ങൾ, നോർത്ത് ഈസ്റ്റ് രാജ്യമാണ് അവർക്കുള്ളത്. അവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസ് തന്നെ നമ്മളെക്കാളും വളരെ വ്യത്യസ്തമാണ്. പഞ്ചാബിലെ ജനങ്ങൾ വേറൊരു ശരീരപ്രകൃതി ഉള്ളവരാണ്. ഇങ്ങനെ ശരീരപ്രകൃതി കൊണ്ട്, സംസ്കാരം കൊണ്ട്, ഭാഷ കൊണ്ട്, എല്ലാം കൊണ്ടും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ജനിത ഘടകങ്ങളും ഒക്കെ ഉള്ള, ഒരുപക്ഷെ ലോകത്ത് ഇതുപോലെ വൈവിധ്യമുള്ള രാജ്യം വരെ ഉണ്ടായിക്കോളാം എന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയേറെ മതങ്ങൾ, ഒരുപാട് ജാതികൾ, ആയിരക്കണക്കിന് ഉപജാതികൾ, അങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ ഒരു രാജ്യം. ഈ വ്യത്യസ്തതയെ ഏകീകരിപ്പിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ളതാണ്. രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം, രാജ്യത്തിന്റെ റിപ്പബ്ലിക് ആവുന്നതിന് മുമ്പ് നമുക്കൊരു മനോഹരമായ ഭരണഘടന ഉണ്ടാക്കാൻ രാഷ്ട്രശില്പികൾ തീരുമാനിക്കുകയും ആ ഭരണഘടന നിർമ്മാണത്തിന് വേണ്ടി BR അംബേദ്കർ എന്ന മഹാനായ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപപ്പെടുത്തുകയും ചെയ്തു. ആ ഭരണഘടന ഈ രാജ്യത്തിന്റെ സവിശേഷമായ എല്ലാ വിശേഷണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്, ആ വൈദ്യാർത്ഥികളും വിശേഷണങ്ങളും ആ വ്യത്യസ്തതയും ഒക്കെ നിലനിർത്തി, ഈ രാജ്യത്തെ പൗരൻ എന്ന നിലക്ക്, ഇന്ത്യക്കാരൻ എന്ന നിലക്ക് എല്ലാവരെയും ഏകോപിപ്പിക്കാൻ സാധ്യമായത് ആ ഭരണഘടനയാണ്. ആ ഭരണഘടന നമുക്ക് ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അവരെന്ത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, അവർക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളത് അതനുസരിച്ച് ജീവിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, ഏത് മതസ്ഥനും അവന്റെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രചാരണം നടത്താൻ, വിശ്വസിക്കാൻ, കർമ്മങ്ങൾ നിർവഹിക്കാൻ ഒക്കെ അവകാശപ്പെടുത്തുകൊണ്ട് എല്ലാ വ്യത്യസ്തതയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പൗരനായി നിലനിർത്താനുള്ള അവസരമാണ് നമ്മുടെ ഇന്ത്യക്കാരെന്ന നിലക്ക്, ഇന്ത്യ എന്ന മഹത്തായ ഒരു രാജ്യത്തിന്റെ പൗരൻ എന്ന നിലക്ക് നമ്മൾ ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടുകൂടി തലയെടുത്ത് നിൽക്കുന്നത്. പക്ഷെ ആ ഭരണഘടനയാണ്, അതല്ലെങ്കിൽ ആ ഭരണഘടന ശില്പിയെയാണ്, ആ ഭരണഘടന ശില്പി എന്ന് പറഞ്ഞാൽ ആ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ സഭയിലും അതോടൊപ്പം രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് സമിതികളിലുമൊക്കെ അധികാരത്തിലെത്തിയിട്ടുള്ള ആളുകൾ അതിനെ തള്ളിപ്പറയുന്ന, അവർക്ക് പുണ്യം കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഭരണഘടന ശില്പിയല്ലാതെ മറ്റാരെയാണ് പറയുക? ഈ രാജ്യത്തിന് ഒരു നല്ല മനോഹരമായ ഭരണഘടന, അഭിമാനങ്ങൾ നമുക്ക് നിലനിൽക്കാൻ, ഇവിടെ ഏത് പൗരനും അവന്റെ വിശ്വാസപ്രകാരം നിലനിൽക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം അധികാരവും നൽകിയ ആ മഹത്തായ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ശില്പിയെ കുറിച്ച് പറയാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതിനുള്ള സൂചന എന്താണ്? അതിനുള്ള സൂചന ഈ ഭരണഘടന ഈ രാജ്യത്ത് അധികകാലം നിലനിൽക്കുന്നില്ല എന്ന ദുസ്സൂചകമാണ് നമുക്ക് ആ പ്രസംഗത്തിലൂടെ കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും ഇന്നുമായി രാജ്യവ്യാപകമായി SDPI അമിത്ഷായെ ഈ രാജ്യത്തിന്റെ മന്ത്രിസ്ഥാനത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ മാപ്പ് പറയണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് നിസ്സാര കാര്യമല്ല. സമാധാനം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോക സമാധാന രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയപ്പോൾ ഏറ്റവും അങ്ങേ തലക്കലാണ് നമ്മുടെ സ്ഥാനം. 147 രാജ്യങ്ങളെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് തയ്യാറാക്കിയപ്പോൾ 147 രാജ്യങ്ങളെ പഠനം നടത്തിയപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം 126. അങ്ങേ തലക്കൽ അശാന്തിയോടുകൂടി, അസമാധാനത്തോടുകൂടി, സ്വസ്ഥതയില്ലാതെ പരസ്പര സ്ഥാനം കൊണ്ടെത്തിച്ചു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ
ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ ഈ ഇന്ത്യയെ അങ്ങോട്ട് എത്തിച്ചു എന്ന് പറയുമ്പോൾ ഭരണകർത്താക്കൾ രാജ്യത്തിന് ശത്രുക്കളായി മാറുന്ന സ്ഥിതിയാണ് കാണുന്നത്. ലോകത്തിന് പക്ഷേ ഇതുപോലൊരു സവിശേഷമായ അവസ്ഥ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ഏറ്റവും കൂടുതൽ ആഭ്യന്തര പ്രശ്നമുള്ള മ്യാൻമറിൽ പോലും അവിടുത്തെ ഭരണകൂടം ഇതുപോലെ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് രാജ്യത്തെ പൗരന്മാരെ ഇതേ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ രാജ്യത്തിന്റെ ഭരണകൂടം നമ്മുടെ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളെ അവർ ദുരുപയോഗം ചെയ്തു. പറയുന്നത് നമ്മളൊക്കെ ഇവിടെ കാസർഗോഡ് എന്നല്ല, ഈ രാജ്യത്തിന്റെ ഈ എല്ലാ സംസ്ഥാനങ്ങളിലെയും നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ തൊട്ടടുക്കുന്ന സംസ്ഥാനങ്ങളിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ കാസർഗോഡിൽ നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളിരിക്കുന്ന ബസ്സിൽ തൊട്ടരിക്കുന്ന വ്യക്തി, ഒരു ബസ്സിൽ നമുക്ക് മാത്രമായി യാത്ര ചെയ്യാൻ കഴിയില്ല. ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ തൊട്ടരികത്തിരിക്കുന്ന വ്യക്തിയോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും നമുക്ക് ധൈര്യമില്ലാത്തൊരവസ്ഥ ഈ രാജ്യത്തിന് സവിശേഷമാണ്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇയാളുടെ മനോഗതിന്റെ മനസ്സിലുള്ള പകയും വിദ്വേഷവും ഉപയോഗപ്പെടുത്തി എന്റെ കത്തി കൊണ്ട് കുത്തുന്നു എന്നുള്ള ആശങ്കയുള്ള ഒരു ബസ്സിലുകൾ അങ്ങനെയാണ്. അപ്പൊ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വളരെ വളരെ ദുർഘടമായ ഒരു സ്ഥിതിയിലേക്ക് രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന സമാധാനത്തെ തിരിച്ചുകൊണ്ടുവരണം. ഈ രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ നമുക്ക് തിരിച്ചുകൊണ്ടുവരണം. ഇവിടെ ജനാധിപത്യ പ്രക്രിയ തന്നെ അവസാനിക്കുമോ എന്ന ആശങ്കയിലേക്ക് ഈ രാജ്യത്തിന് മാത്രമല്ല ലോക ജനത തന്നെ ആശങ്കപ്പെടുന്ന ഒരു സ്ഥിതിയും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു. ഇവിടെയാണ് ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരുവാൻ, അതിലപ്പുറത്തേക്ക് സാമൂഹ്യ നീതി തിരിച്ചുകൊണ്ടുവരുവാൻ, മനുഷ്യനെ ഒന്നായി കാണാൻ നമ്മുടെ ഭരണഘടന നിർവഹിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യമായി. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചത്. ഒന്ന് വിശപ്പാണ്, ഒന്ന് ഭയമാണ്. ഭയമില്ലാതെ ഭയരഹിതമായി ജീവിക്കുക എന്ന് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരവും സന്തോഷകരവുമാണ്. ഈ ഭയരഹിതമായ ഒരു ജീവിത സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ലോക ഹാപ്പിനെസ് റാങ്കിങ്ങിൽ ഇന്ത്യ 126 തള്ളപ്പെട്ടു പോയത്. ഇവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി. ഇവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആദർശത്തിന്റെ പ്രസക്തി. ഈ ആദർശം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ സാധ്യമാകണം. അതിനുള്ള പോരാട്ടത്തിലാണ് നാം. നമുക്കറിയാം നമ്മുടെ പ്രവർത്തന മേഖല ഏതൊക്കെയാണ് എന്നുള്ളത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെയല്ല നാം കുറെ കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പഠിച്ച് അവരുമായി സംവദിച്ച് അവരുമായി ഇഴകിച്ചേർന്ന് അവരുടെ ആവശ്യങ്ങളെ മുന്നോട്ട് വെച്ച് ജനകീയ ആവശ്യങ്ങളെ നേടിയെടുക്കുന്നതിനും അത് അധികാര പദങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള വഴികളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ആ രീതിയിലേക്ക് നമ്മുടെ പാർട്ടി ഉയർത്തിക്കൊണ്ടിരുവാൻ നമുക്ക് സാധ്യമാകണം. നമുക്കറിയാം നമ്മുടെ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ. കണ്ണൂർക്കാരനുമായ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ പല ഉത്തരവാദികളും നല്ല സൗഹൃദം നിലനിർത്തുകയും ചെയ്ത് സംസ്ഥാന പദ്ധതി ഉത്തരവാദിത്വം നിലനിർത്തുകയും അവിടെ പ്രക്രിയ ഉണ്ടാവും. കാസർഗോഡ് ജില്ലാ പ്രകൃതി സഭ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ ഈ മഹത്തായ കാസർഗോഡ് ജില്ല പ്രത്യേക പ്രകൃതി സഭ
ഞാൻ കൂടുതൽ നിർമ്മിക്കുന്നില്ല. ഈ സഭ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ആദരവ് അതുകൊണ്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്റെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ കാസർഗോഡ് ജില്ലാ പ്രതിനിധി സഭ ആരംഭിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ആദരവ് ഇന്നത്തെ ഈ മഹത്തായ കാസർഗോഡ് ജില്ലാ മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.